പ്രൈവറ്റ് പാർട്ടിൽ കമ്പിപ്പാര കയറ്റണം എന്ന് പറഞ്ഞ ഒരാളെടുത്ത് ഞാൻ എങ്ങനെയാണ് ഒരു സോറി ചോദിക്കുമ്പോൾ ക്ഷമിക്കേണ്ടത്? കുണ്ടച്ചിന്ന് വിളിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ ഫണ്ണായിട്ട് എടുത്താൽ പോരെ. എങ്ങനെയാണ് ഞാനിത് ഫണ്ണായിട്ട് എടുക്കേണ്ടത്? എൻ്റെ അമ്മ കമന്റ് ബോക്സ് ഇപ്പോഴാണ് നോക്കാൻ തുടങ്ങിയത്. ആ ഓരോരോ കമന്റ്സിലും കാണുന്നത് എത്രത്തോളം വൃത്തികേടാണ്. എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ ഞങ്ങളെ പറയിപ്പിക്കുന്നത് എന്ന് ചോദിച്ചത്. എൻ്റെ അനിയത്തിന്റെ അവിടെ വലിച്ചു കയറണം. ഹായ് ഗൈസ്, ഇത് ലയ അജേഷ്. ഈ കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരാളുടെ ഒരു സൈബർ ബുള്ളിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട്. അന്ന് നമ്മൾ ഇവരായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചതായിരുന്നു. വേറെ ഏത് വീഡിയോ ചെയ്യുന്നതിന് മുമ്പോ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഈ ഒരു കാര്യം അന്വേഷിച്ചതിന് ശേഷം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ദിവസങ്ങളായി. ലയയായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ വീഡിയോ ഇടാതിരുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നിട്ടാണ്. ക്ലൈമറ്റ് മാറിയപ്പോൾ പനിയെല്ലാം പിടിച്ചു, കണ്ണിനൊക്കെ കണ്ണ് സൂക്കേട് വന്നു, അങ്ങനെ ആകെ അലമ്പായിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നോക്കിയായി വരുന്നത്. അപ്പം ലയൻ്റെ വിഷയം ചെയ്യാതെ വേറൊന്നിലോട്ടും പോണ്ട എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ ലയൻ്റെ കാര്യം തന്നെ. നിങ്ങൾ ഒത്തിരി പേര് കണ്ടു കാണും ചിലപ്പം. ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം വൾഗറായിട്ട് ആ കുട്ടി വീഡിയോ ചെയ്യുന്നതിൻ്റെ പേരിൽ സ്വന്തം അമ്മേനെ വരെ മോശം പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുക, DM പോയിട്ട് അനാവശ്യം ഇൻബോക്സ് പോയിട്ട് അനാവശ്യങ്ങൾ തെറികളൊക്കെ പറയുക. ആ വിരുദ്ധനെ അവർ കൈയോടെ പൊക്കിയിട്ടുണ്ട്. പുള്ളിക്കാരൻ വന്ന് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലയ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫസ്ബിന സക്കീർ ലല്ലു സഫ സാധനം ഇങ്ങനെ ആ ഒരു ലുക്ക് ഹോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു വീഡിയോ കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ അവർ പറയുന്ന ഒരു ഡയലോഗ് എല്ലാവർക്കും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും അവരുടെ പുറകെയാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം അയ്യോ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളൊരു രീതിയിലുള്ള കുറച്ച് ചില വാസ്തവങ്ങൾ. എന്താണെങ്കിലും ആ വീഡിയോ ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാം. ഇതിലൊക്കെ റീപ്രഡിങ് ചെയ്തിട്ട് പോലും ഒരുത്തനും ഇതിനെതിരെ സംസാരിച്ചിട്ട് പോലും ഞാനില്ല. ഇവിടുത്തെ റിയാക്ഷൻ ബ്ലോഗറൊക്കെ ഇവിടെ ഫസ്മിന സക്കീറിലല്ലു ഇവർക്കെതിരെയൊക്കെ സംസാരിക്കാനും ഇവരുടെ വീട്ടിലൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര നാക്കാണല്ലോ. ഇതിനെതിരെയൊക്കെ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? അല്ലെങ്കിൽ ആരെങ്കിലും ഒരു റിയാക്ഷൻ ബ്ലോഗർ എന്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചോ, എന്താ പ്രശ്നം? കുറെ ദിവസമായല്ലോ. ഇവിടെ നിങ്ങൾക്കൊന്നും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രം പ്രതികരിക്കുക. അവർക്ക് എന്ത് പറ്റി, അവരെന്ത് ചെയ്തു, അതിനെ മാത്രം പ്രതികരിച്ചാലല്ലേ നിങ്ങൾക്കൊക്കെ റീച്ച് ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചാൽ നിങ്ങൾക്ക് റീച്ച് വരത്തില്ലല്ലോ. ബിപ്പാറ് കേട്ടോ, നിന്റെ ബാക്കി പറയുന്നില്ല. എന്റെ അമ്മേനെയും എന്റെ അനിയത്തിനെയും നിങ്ങളൊന്ന് ആലോചിക്കും. നാളെ ഞാൻ ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കും. ഞാൻ കേസ് കൊടുത്താൽ കേസ് ചിലപ്പോൾ നാളെ വളരെ ഫാസ്റ്റ് ആയിട്ട് അവൻ ആരാന്ന് കണ്ടുപിടിക്കും. ഞാൻ നാളെ ചത്ത് കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചാൽ മതിയോ? അല്ലെങ്കിൽ നാളെ ഞാൻ ചത്ത് കഴിഞ്ഞിട്ട് റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഒക്കെ ഇരുന്ന് പ്രതികരിച്ചാൽ ഓക്കെ ശരി, ആ കുട്ടി മരിച്ചു, ഇങ്ങനെയുള്ള കമന്റ്സുകൾ വന്നിട്ട് ആ കുട്ടി മരിച്ചു അത് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ജീവനോടുള്ളപ്പോഴാണ് നീതി വേണ്ടത്, അല്ലാതെ ചത്ത് കഴിഞ്ഞിട്ട് നീതി കിട്ടിയിട്ട് എന്താ ഒരൊക്കെ ഉണ്ടാക്കാനാ? വീഡിയോ കണ്ടതിന് ശേഷമാണ് നമ്മൾ ലയനെ കോൺടാക്ട് ചെയ്തിട്ട് എന്തായിരുന്നു സംഭവം എന്നുള്ള കാര്യം അന്വേഷിക്കുന്നത്. ആ കുട്ടി വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ കമന്റ് ബോക്സ് വഴി വളരെയധികം അനാവശ്യം പറയുകയാണ്. തള്ളക്കി പറയുന്നു, തന്തയ്ക്ക് പറയുന്നു. വളരെ മ്ലേച്ഛമായ രീതിയിൽ കേട്ടാൽ അറയ്ക്കുന്ന തെറികളൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമുക്കിപ്പോൾ നമ്മളതിൽ ആ വക വേർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബീപ്പ് സൗണ്ട് ഇട്ടാലും ചില സമയത്ത് ഒരുപക്ഷെ പുറത്തത് കേട്ടാൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് കിട്ടാനോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആഡ്സ് വരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് നമ്മൾ അത്തരത്തിലെ വോയിസ് ക്ലിപ്സ് ഒന്നും ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നില്ല. പരത്തെറിയാണ്. അതിലിപ്പം ഒരുപാട് സ്ഥലത്ത് ബീപ്പ് ഇടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബി 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 ബീപ്പ് എന്നുള്ള ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെയും ആ ചങ്ങായി മോശം പറയുന്നുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലയൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ മതി. ഇതാണ് ലയൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഇതിനകത്ത് കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ബോഡി ഷേവിങ് ചെയ്യുന്നത് അത്ര ശരിയായ കാര്യമൊന്നുമില്ല. അത് രേണുവിനെ ആണെങ്കിലും നമ്മൾ രേണുവിൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്തൊക്കെ പറയാറുണ്ട്, ബോഡി ഷേവിങ് അത് ആര് ചെയ്താലും മോശം തന്നെയാണ്. അവർ ആഗ്രഹിച്ചിട്ടായിരിക്കത്തില്ല അവരുടെ ശരീരപ്രകൃതി അങ്ങനെ ആയിരിക്കുന്നത്. അത് കാണുന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് അവർ ക്രിയേറ്റീവായി ചെയ്യുന്ന റീലാവട്ടെ എന്ത് സാധനങ്ങളാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കല്ലാണ്ട് തടിച്ചിട്ട് കാണുമ്പോഴേക്കും ആന എന്ന് വിളിക്കുന്നതും അവരുടെ മുഖത്തിനെയും ബോഡീനെയും വെച്ച് കളിയാക്കുന്നതും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ആരെയും കളിയാക്കാറില്ല. ആന തടിച്ച ആൾക്കാരും മെലിഞ്ഞ ആൾക്കാരും ഞാൻ കളിയാക്കാൻ പോകാറില്ല. എനിക്ക് അങ്ങനെ കളിയാക്കുന്നതും ഇഷ്ടമല്ല. ഈ രേണു എന്ന് പറയുന്ന സ്ത്രീനെ കളിയാക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരോടും പറയാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് മോശമാണ്, അങ്ങനെ ചെയ്യരുത്, ബോഡി ഷേമിങ് ശരിയല്ല എന്നുള്ള കാര്യം. ഇവിടെ ലയനോട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ആ പയ്യൻ ഇടുന്നുണ്ട്. അതിന് മുമ്പ് ഇവൻ എന്താണ് അവരോട് പറഞ്ഞത് എന്നതിനെ കുറിച്ച് ലയ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നോട് വോയിസ് മെസ്സേജ് അയച്ചതാണ്. അത് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഈ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇവൻ ഇതിന് മുന്നേ പ്രാവശ്യം കമന്റ് ഇട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു മോശമായിട്ട് ഡ്രസ്സിനുള്ള എന്താ നോക്കുന്നത് പോലത്തെ ഒരു GF ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒറ്റ GF ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അത് തിരിച്ചെന്തോ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വിട്ടു. പിന്നെ ആരൊക്കെ കമന്റ്സ് ഇടുന്നു അവരുടെ അടിയിലൊക്കെ പോയിട്ട് പുണ്ടച്ചി, ഒരു പുണ്ടച്ചിയാണ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് എത്ര ഉണ്ടാവും. നമ്മൾ ആദ്യം എനിക്ക് തെറി വിളിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി വിളിച്ചേ പറ്റൂ. കാരണം എന്ത് കുറേ എണ്ണങ്ങളുണ്ട്. എന്ത് നന്ദിയില്ലായ്മത്തരം വന്ന് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കണം നമ്മൾ എന്ന് വിചാരിക്കുന്ന കുറേ എണ്ണങ്ങൾ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അച്ഛനമ്മേനെ പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പറയണം. അത് ഞാൻ ഇതിൽ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് എന്തെങ്കിലും വന്നിട്ട് ഞാൻ കരയായിരുന്നു. ഇപ്പോൾ എനിക്ക് കരച്ചിൽ വരാൻ അത്രയ്ക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലൊപ്പറായാലും ഞാൻ കരയും. അത്രയ്ക്കും ഞാൻ സ്ട്രോങ് ആയിട്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും ഒപ്പറായിട്ടുണ്ട്. അങ്ങനെ ഞാനത് റിയാക്ട് ചെയ്തതിന് ശേഷം ഇവൻ്റെ ഗൾഫിലുള്ള വർക്ക് പോയി.
ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു പോകാനിരുന്ന വർക്കായിരുന്നു, ഇപ്പോൾ ഈ വീഡിയോയും കൂടി ഇവിടെ ഉള്ളവർ കണ്ടതോടെ ആ പണി പോയി എന്ന് പറഞ്ഞു. 6 ദിവസത്തിന് ശേഷം ഇനി വീഡിയോ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും മോശമായിട്ട് ഒരു കമൻറ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ റിയാക്ട് ചെയ്യത്തില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതൊക്കെ ഫണ്ണായിട്ട് എടുത്താൽ പോരെ, എങ്ങനെയാണ് ചേട്ടാ പുണ്ടച്ചിങ്ങനെ വിളിക്കുന്ന ഫണ്ണായിട്ട് എടുക്കണ്ടേ, എനിക്കതെങ്ങനെ ഫണ്ണായിട്ട് എടുക്കണ്ടേന്ന് പറഞ്ഞുകൂടെ. അവൻ പറയുന്നത് ഫണ്ണായിട്ട് എടുത്താൽ പോരെയാണ്. എന്നിട്ട് ഞാൻ എന്താ പറയുക, അതവിടെ വിട്ടു, അവൻ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ച് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ SBIൻ്റെ ക്രെഡിറ്റ് കാർഡിൽ അതിൻ്റെ ട്രെയിനിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഇവൻ പുരോഗതി എന്തൊക്കെ തെറിയാണോ എന്നെ വിളിച്ചത്, അങ്ങനെ തെറി വിളിച്ചിട്ട് ഇവൻ പറയുക, എന്താ പറയുക, നിനക്ക് ഞാൻ കാണിച്ചു തരാറാന്ന്, ഇനി നീ നോക്കിക്കോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ വെല്ലുവിളിക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നീ നിൻ്റെ എന്തൊക്കെയോ വൃത്തികെട്ട വാക്കുകളെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ നിൻ്റെ അമ്മേനെ വിളിക്കുന്ന പോലെ എന്നെ വിളിക്കാൻ നിൽക്കുന്നത് പറഞ്ഞാൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. ഇവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ 2 പൊട്ടിക്കാണ് വേണ്ടത് എന്ന് നമുക്ക് ഒറ്റ ദേഷ്യത്തിൽ പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവന്റെ വീട്ടിലെ ആൾക്കാരുടെയും കൂടെ ആലോചിക്കണം. ഒരു സ്ത്രീ ഇതൊന്നും അറിയാണ്ട് ഒരു പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്ര ആക്റ്റീവ് അല്ലാത്ത ഒരു പാവം പിടിച്ച ഒരു സ്ത്രീ അവന്റെ വീട്ടിലും ഉണ്ടാവും. അങ്ങനെ ആ ഒരു സ്ത്രീനെ അമ്മ എന്ന ലേബലിൽ അവിടെ നിർത്തിക്കൊണ്ടാണ് ഇവർ നാട്ടിലെ പെണ്ണുങ്ങളുടെ അനാവശ്യം വിളിച്ച് പറയുക, അവരുടെ തള്ളക്കി വിളിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ വക സാധനങ്ങളെ കൈ കിട്ടിയാൽ നല്ല അറിയന്നെ വേണം, അതിലൊരു സംശയമില്ല. പിന്നെ എന്തുകൊണ്ടാണോ എന്ന് അറിയില്ല, പുള്ളിക്കാരന് പെട്ടെന്ന് പശ്ചാത്താപവും മനസ്താപവും എല്ലാം കൂടെ വന്ന് കൊട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലൊക്കെ ഇട്ടു, ഞാനാണ് മാപ്പ് കൂപ്പ് എന്നൊക്കെ പറഞ്ഞ് റീലിട്ടായിരുന്നു. ആ റീല് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിക്കാം. എൻ്റെ പേര് ഏതു ലിയാജീഷ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ മോശമായിട്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മോശമായിട്ടുള്ളൊരു കമന്റ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് ആ കുട്ടിയോട് ഞാൻ സോറി ചോദിക്കുന്നു. അതിനെ തെറി വിളിച്ചതിനും എല്ലാം ഞാൻ സോറി ചോദിക്കുന്നു. പേഴ്സണലി എനിക്ക് ആ കുട്ടിയോട് ഒരു ഇഷ്യൂ കമന്റ് ഇട്ടത് എൻ്റെ മിസ്റ്റേക്കാണ്, സോറി. തുടക്കം തൊട്ടേ വളരെ ശ്രദ്ധിച്ച് സ്ത്രീകളോട് മാന്യമായ രീതിയിൽ പെരുമാറി സമൂഹത്തിലെ പല ടൈപ്പ് ആളുകളെ അംഗീകരിച്ച് അവരെ ബോഡി ഷേമിങ് ചെയ്യാതെ കളിയാക്കാതെ മാന്യമായ രീതിയിൽ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മാപ്പിന്റെയും കോപ്പിന്റെ ആവശ്യം ഇപ്പൊ വരുമായിരുന്നു. നിങ്ങൾ എന്നെ ഒന്ന് പറ, നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ മറ്റൊരാളെ കളിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങളുടേതായ പോരായ്മകൾ ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരാളെ തടിച്ച് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ നിങ്ങളുടേതായ എന്തെങ്കിലും കുറവുകൾ ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ മറ്റൊരാളെ കളിയാക്കുന്നത്. അതേ നാണയത്തിൽ വേറൊരാൾ നിങ്ങളെ തിരിച്ചടിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ പെയിൻ മനസ്സിലാവുള്ളൂ. ആ ലയ എന്ന് പറയുന്ന കുട്ടി അവർക്ക് വരുന്ന കമന്റുകൾ അത്രയും തന്നെ വളരെയധികം ഭയത്തിലാണ് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. ആ കുട്ടീന്റെ പ്രൊഫൈൽ നോക്കിയാൽ കാണാം. ഈ ഒരു റീൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് നോക്കിയാൽ തന്നെ കാണാം ആന എന്ന് വിളിച്ചിട്ട് ആ കുട്ടീനെ കളിയാക്കുന്നതിനെ വളരെയധികം സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആനയാണെങ്കിലും ആനയ്ക്ക് ആനേൻ്റെതായ ചില പ്രത്യേകതകളും ഗുണങ്ങളും ഒക്കെ ഈ സൊസൈറ്റിയിൽ ഈ ലോകത്തുണ്ട്. അത് അവർ അംഗീകരിക്കുന്നു എന്ന നിലയിൽ അവരത് കൺവേർട്ട് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകണം. വീണ്ടും വീണ്ടും അവരുടെ ഇൻബോക്സ് പോയിട്ടൊക്കെ അവരെങ്ങനെ പൊളിച്ച് തെറി പറയുക, വൃത്തിയോട് പറയുക, എന്തിന്റെ ആവശ്യമാണ്? ഇവരുടെ ആരുടെയും നെറ്റ് ഉപയോഗിച്ചിട്ടോ ഫോൺ കട്ടെടുത്തിട്ടോ ഒന്നുമല്ല ഈ കുട്ടി വീഡിയോ എടുക്കുന്നത് പോസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 24 മണിക്കൂർ വീഡിയോ എടുത്താടാന്ന് പറഞ്ഞ് ഇവൻ്റെ ഒന്നും വീട്ടിൽ കയറി ഇറങ്ങുന്നില്ല. അവർ തന്നെ അവർക്ക് ഏതൊക്കെയോ രീതിയിൽ സന്തോഷം കിട്ടാനോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുക, നല്ല മൊമെന്റ്സ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക, അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ ആർക്കും രണ്ടാമതൊരാൾക്ക് മോശം വരാത്ത രീതിയിലാണ് അവർ വീഡിയോ ചെയ്തു പോകുന്നത്. അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യാൻ അനുവദിച്ചാൽ പോരെ, എന്തിനാണ് വെറുതെ അവരുടെ മെക്കിട്ട് കയറുന്നത്? ആ ഒരു റീല് കാണുന്നതുകൊണ്ട് നമുക്ക് വല്ല ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാന്യമായ രീതിയിൽ അത് സ്ക്രോൾ ചെയ്ത് പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ കമന്റ് ഒന്നും ചെയ്യാണ്ട് വീഡിയോ കാണാൻ ഒഴിവാക്കി വിടുക. അതല്ലാതെ ബോഡി ഷെയ്മിങ് ചെയ്യുക, അല്ലെങ്കിൽ വല്ലാത്ത മിസ്റ്റേക്ക് ആയിട്ടോ തെറ്റായിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ പറയുക, അനാവശ്യം പറയുക, തെറി പറയുക, വൾഗറായിട്ട് ഡ്രസ്സ് ഇടുക, എന്നിട്ട് ആളുകളോട് മോശം പറയുക, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തെങ്കിലും കമന്റ് ഇട്ടാൽ നിങ്ങളുടെ കമന്റിന് ഒരു കാര്യമുണ്ട്, ഒരു അർത്ഥമുണ്ട് എന്നെങ്കിലും വരാം. ഇതല്ലാണ്ട് അത് അതിൻ്റെതായ രീതിയിൽ ചെറിയ ചെറിയ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ അതിൻ്റെ പോയിട്ട് അതിനെ തളക്കി വിളിക്കുക, അതിനെ ബോഡി ഷേമിങ് ചെയ്യുക, അനാവശ്യം വിളിച്ച് പറയുക, തെറി പറയുക, വൃത്തികെട്ട GF ഒക്കെ ഇട്ടിട്ട് കൊടുക്കുക. എന്തിൻ്റെ ആവശ്യമാണ്? സൈബർ സെല്ലൊന്നും വെറുതെ ഇരിക്കുന്നതല്ല എന്ന് നിങ്ങൾ ആലോചിക്കുക. പക്ഷേ ഈ കുട്ടീൻ്റെ കേസിൽ സൈബർ സെല്ലിൽ പരാതി കൊടുത്തതിന് ശേഷവും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. നിങ്ങൾ വീഡിയോ ഇട്ടിട്ടല്ലേ അത് മൈൻഡ് ചെയ്യേണ്ട, അങ്ങനെയൊക്കെയാണ് സൈബർ സെല്ലിലെ പോലീസുകാർ ഈ കുട്ടിക്ക് മറുപടി കൊടുത്തതെന്നാണ് ആ കുട്ടീൻ്റെ ഭാഗത്ത് ഞാൻ അറിഞ്ഞത്. ഇൻസ്റ്റ ചെയ്താൽ ഫേസ്ബുക്ക് ചെയ്താന്ന് അറിയത്തില്ല. എന്നിട്ട് അവർ പോലീസുകാർക്കാണെങ്കിൽ ഇൻസ്റ്റ ചെയ്താൽ ഫേസ്ബുക്ക് ചെയ്താന്ന് അറിയത്തില്ല. എന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചിട്ടല്ലേ, നിങ്ങൾ പ്രതികരിച്ചിട്ടല്ലേ, നിങ്ങൾക്ക് മിണ്ടാതെ വന്നാൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ കേസ് കൊടുക്കുന്നില്ല, എനിക്ക് ആ ഒരു ഹോപ്പ് അങ്ങ് പോയി, ഞാൻ കേസ് കൊടുക്കുന്നില്ല പറഞ്ഞു. എന്താണെങ്കിലും സൈബർ സെല്ലുകാർ ആ പറഞ്ഞത് ശരിയായില്ല. അവർക്ക് എത്ര വലിയ തിരക്കുണ്ട്, വലിയ വലിയ കേസ് ഉണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ചെറിയ ചെറിയ കേസുകൾ ചിലപ്പോൾ വലിയ വലിയ കേസുകളിലേക്ക് എത്താനോ, അതല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇങ്ങനത്തെയൊക്കെ കേട്ട് കഴിഞ്ഞ് ആ കുട്ടിയുടെ ജീവിതം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള ആരെങ്കിലും ജീവിതം അവസാനിപ്പിച്ചതിനോ ശേഷം നിങ്ങൾ പോയിട്ട് ഇവർക്കെതിരെ ആക്ഷൻ എടുത്തിട്ട് വെറുതെ പ്രതിക്ക് എസ്കോട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരാളൊരു പരാതി തരുന്ന സമയത്ത് ആളെ കണ്ടുപിടിക്കുക, കറക്റ്റായ രീതിയിൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക, താക്കീത് നൽകുക, ഒഴിവാക്കി വിടുക. അല്ലാതെ നിങ്ങൾ പരാതി തരാൻ വരുന്ന ആൾക്കാരുടെ നിങ്ങൾ വീഡിയോ ഇട്ടിട്ടല്ലേ, ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിട്ടല്ലേ, ഫോൺ വാങ്ങിച്ചിട്ടല്ലേ, 369 ഉറുപ്പിക്കോ അല്ലെങ്കിൽ റീചാർജ് ചെയ്തിട്ടല്ലേ, അതിലിരിക്കാൻ സമയം കണ്ടെത്തിയിട്ടല്ലേ എന്ന് മുടന്തൻ ന്യായങ്ങൾ പറയല്ല വേണ്ടത്.
ഒരാൾ പരാതി തരുമ്പോൾ അത് കൃത്യമായ രീതിയിൽ അന്വേഷിച്ചിട്ട് അവർക്കെതിരെയുള്ള ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഈ സൈബർ സെല്ലിലും ജനങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ മേലൊരു വിശ്വാസം വരും. അതല്ലാണ്ട് നിങ്ങൾ പരാതി തരാൻ വരുന്ന ആൾക്കാരോട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് പിന്നെന്താ പണി? സർക്കാരിൻ്റെ നിന്ന് പൈസ മേടിക്കുന്നത് പണിയെടുക്കാനല്ലേ? അപ്പോൾ വലിയ വലിയ പണികളുടെ കൂടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളും കൂടെ എടുക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ കുട്ടിയുടെ റീൽസ് നിങ്ങൾ കാണാറുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.